നാളിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടാകും, അവരിൽ നിങ്ങൾ പെട്ടുപോകരുത്. വത്തബഅ ഹവാ, ശരീരം എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുമാത്രം ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ വരും. അവരെന്ത് ചെയ്യും? അന്ത്യനാളിനെ നിഷേധിക്കും. കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ നമുക്കുണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. ചെയ്യണം, ചെയ്യരുത്, അതിൻ്റെ പ്രാക്ടീസ് ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. ആ പഴം മാത്രം ഭക്ഷിക്കരുത്. വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ, ബാക്കിയൊക്കെ നിങ്ങൾ കഴിച്ചോളൂ. ഒരു അമ്രും ഒരു നഹിയും കൊടുത്തു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യരുത് എന്ന് പറഞ്ഞ അതിൽ ടെംപ്റ്റഡായിപ്പോയി. അങ്ങനെയാണ് ഭൂമിയിലേക്ക് വരാനുള്ള കാരണം ഒരുങ്ങുന്നത്. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ചില ഇഷ്ടങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രണത്തിൽ ഒരു ആസ്വാദനമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ നിയന്ത്രണത്തിൽ ഒരു ആസ്വാദനമുണ്ട്. ഇപ്പം ഏതൊരു സുഹൃത്ത് അവൻ ആരാധിക്കുന്ന ഒരു ആരാധനത്തിലേക്ക് 2 ഇളനീര് ഒരു വടിയിൽ തൂക്കിയിട്ട് പോവാണ്. അപ്പോൾ ഒരു ആചാര്യ ചോദിച്ചോലോ, അല്ല മോനെ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ അവൻ പോകുന്ന ആരാധനാലയത്തിൻ്റെ പേര് പറഞ്ഞു. എന്തിനാ ഈ തേങ്ങയും കൊണ്ടുപോകുന്നത്? തമാശ പറഞ്ഞതായിരിക്കും. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ തേങ്ങ അങ്ങോട്ട് നേർച്ചയാക്കിയാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മോനെവിടെ ഇരിക്കുക, ഞാൻ മുസ്ലിമാണ്, ഞങ്ങൾക്ക് കള്ളുടിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് പലിശ പറ്റൂല, ഞങ്ങൾക്ക് വ്യഭിചാരം പറ്റൂല, ഞങ്ങൾക്ക് നുണ പറയാൻ പാടില്ല, ഞങ്ങൾക്ക് 5 നേരം നിസ്കരിക്കണം, നോമ്പൊലുക്കണം, ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം. ഇതൊക്കെ ചെയ്താലും കിട്ടുമെന്നൊരു ഉറപ്പില്ല. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഈ 2 തേങ്ങ ഉണ്ടായി സ്വർഗം കിട്ടുമെന്നാണ് ഈ പറയണമെന്ന് വെച്ച്. അപ്പം പറഞ്ഞു, എന്നാലും കൊടുവാൾ കൊണ്ടുവരും, നമുക്കത് പൊട്ടിച്ചിട്ട് 2 കഴിക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പൊട്ടിച്ച് കഴിച്ചു എന്നാ കഥ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം നിയമങ്ങളുണ്ട്. അത് ലോകത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇസ്ലാം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് യൂറോപ്യൻസിനായിരിക്കും, അല്ലെങ്കിൽ പടിഞ്ഞാറുകാർക്ക്. അവർ ഒരു പേപ്പറിന് ഒരു അനക്കത്തിന് നിയമമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻ്റഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. വളരെ സ്ട്രക്ചറിൽ ജീവിക്കണമെന്ന അവരുടെ ഫേമുകളാവട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, ഓർഗനൈസേഷനാകട്ടെ വളരെ കൃത്യമായ നിയമാവലികളിലൂടെ പോകുന്നവരാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഒരുപാട് വെസ്റ്റേൺസ് കടന്നു വരാൻ കാരണം. കാരണം അവർക്കിത് ശരിക്കും ബോധിക്കുന്നു, അത് ലോജിക്കലാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ശരിക്കും സ്ട്രക്ചറാണ്, കൃത്യമായ മാർഗരേഖ. അതുകൊണ്ട് വത്തബഅ ഹവാ, മനുഷ്യൻ്റെ ഇഷ്ടം. ഹവാ എന്ന് പറഞ്ഞ വാക്കിനകത്ത് 2 ഹവ ഉണ്ട്. ഒന്ന് ഹവാ, എയർ, വായു, നമ്മൾ ശ്വസിക്കുന്ന സാധനം, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചല്ല. ഹവ, ഹ, വാവ്, പിന്നെ യാ പോലെ എഴുതുന്നൊരു അലിഫില്ലേ, അലിഫ് മക്സൂറ എന്ന് പറയും. ആ ഹവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്നത്, നിയന്ത്രണമില്ലാതെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ ചെറുപ്പക്കാർ, ന്യൂജൻ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളൊക്കെ പെട്ടുപോകുന്ന അവിടെയാണ്. ഇതിനെ നിയന്ത്രിക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. അവർക്ക് തോന്നുന്നത് ചെയ്യണം, അതിനാരും തടസ്സം നിൽക്കരുത്, അതിനാരും ഉപദേശവുമായിട്ട് വരരുത്. ലെറ്റ്സ് ഡു വാട്ട് വി വാണ്ട്സ്. ഞങ്ങൾക്ക് എന്തിനാ നിങ്ങൾ തടസ്സം നിൽക്കുന്നത്? ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് തിരിച്ചറിയുകയാണ് മുസ്ലിം. നമുക്കങ്ങനെ പാടുള്ളൂ. അതുകൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു മതത്തിനോ ഒരു നിയമത്തിനോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനോ വിധേയപ്പെട്ട് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ അന്ത്യനാളില്ല എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുക. സ്വാഭാവികല്ലേ? കാരണം ചെയ്തതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്നതും ഒരു ഉത്തരവും പറയേണ്ടതില്ല, ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല, നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ, മരിക്കുന്നതോടുകൂടെ കഥ അങ്ങോട്ട് ക്ലോസ് ആവും, പിന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ, ഒരുപക്ഷെ വേണ്ടതുപോലെ എനിക്ക് ഫ്രീ ആവണം, എനിക്ക് ഫ്രീഡം വേണം എന്ന് പറയുന്നവരൊക്കെ അതിൻ്റെ പിന്നാലെ കൂടും. പക്ഷെ ഫ്രീഡം എന്ന് പറയുമ്പോഴും ശരീരത്തിൻ്റെ ഒരു സ്ലേവറിയിലേക്കാണ് അവർ പോകുന്നത് എന്നവർ തിരിച്ചറിയുന്നില്ല, അല്ലേ?
ശരീരത്തിൻ്റെ ഒരു അടിമത്തത്തിലേക്കാണ് ഈ ഫ്രീഡം എന്ന് പറഞ്ഞു പോകുന്നത്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആവണ്ടേ, പക്ഷെ ഫ്രീഡം എന്ന് പറഞ്ഞ സംഗതി ലോകത്തില്ല. അതൊരിക്കലും പറ്റില്ല. നമ്മളൊക്കെ എന്തോ ഷാറിലിരിക്കേണ്ടത്, നമ്മൾ അടുത്ത ആളെ കുത്താൻ പറ്റുമോ, അടിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കൈ നീട്ടാനൊക്കെ ഉള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ അടുത്ത ആളുടെ മൂക്കിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആ കൈ വലിച്ചേക്കണം. അത്രേ നമുക്ക് ഫ്രീഡം ഉള്ളൂ, അല്ലേ? നമ്മുടെ കൈ നമുക്ക് നീട്ടാം, പക്ഷെ ആ മൂക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിർത്തണം. നമ്മുടെ ഫ്രീഡത്തിന് ലിമിറ്റുണ്ട്, എല്ലായിടത്തും ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ഇല്ലെങ്കിൽ കയോട്ടിക്, വളരെയധികം പ്രശ്നകലുഷിതമായൊരു ജീവിതമായിരിക്കും ലോകത്തുണ്ടാവുക. ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത്, ഒരാൾ പറയും എനിക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ എനിക്ക് ഓടിച്ചു പോകണം, എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാനൊന്നും ഇഷ്ടമല്ല, എനിക്ക് ലൈൻ ഡിസിപ്ലിൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വൺ വേ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള റോഡിൽ എവിടെ ഒഴിവുള്ള ഞാൻ അതിൽ പോയി പോവും എന്നൊരാൾ പറഞ്ഞാൽ അത് ലോകത്ത് ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? സമ്മതിച്ചു കൊടുക്കാൻ ഒക്കുമോ? അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ? ഇപ്പുറത്ത് ട്രാഫിക് ജാമായി കിടക്കുക, അപ്പോൾ ഇപ്പുറത്ത് നല്ല ഒഴിവ് കാണുന്നുണ്ട്, അതിലെ വണ്ടി എടുത്തിട്ട് ഓപ്പോസിറ്റ് പോകാൻ പറ്റുമോ? പറ്റൂല. ഇത് ലോകത്തിൻ്റെ ഒരു അള്ളാഹു അങ്ങനെ ഉണ്ടാക്കിയത്. അള്ളാഹുവിൻ്റെ രീതി അതാണ്. ഒരു സിസ്റ്റം ലോകത്തുണ്ട്. സൂര്യചന്ദ്രനുകൾക്കൊക്കെ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഈ സോളാർ കലണ്ടർ ഇപ്പം നമുക്ക് ചെറിയ തണുപ്പിലേക്ക് വന്നല്ലേ, എന്തൊരു ചൂടായിരുന്നു ഒരു 2-3-4 മാസം മുമ്പ്. ഇപ്പം നമ്മൾ നല്ല കാലാവസ്ഥ, മനോഹരമായ കാലാവസ്ഥയിലേക്ക് വന്നു. ആ കൃത്യമായ കാലചക്രം തിരിഞ്ഞു വന്നു. അത് ഇന്ന ഡേറ്റിന് ഇന്ന സമയം മുതൽ വിൻ്ററാണ്, ഇന്ന സമയം മുതൽ ടെമ്പറേച്ചർ ഡൗൺ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ സ്നോയിങ് ആയിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഒരു സിസ്റ്റമാണ്. ആ കൃത്യമായ ഡേറ്റിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പ്രപഞ്ചത്തിന് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസനബിയെ ഈ ഖിയാമത്ത് നാളിൽ ഈമാനില്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് വത്തബഅഹവാ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ ജീവിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ കൂടെ നിങ്ങളാരും കൂടരുതേ എന്ന് അള്ളാഹു അവിടെ തന്നെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് സംഭവം. ഇതില്ല, എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ എക്സാം ഇല്ല എന്ന് പറയുന്ന ചില ഹവയുടെ അടിമകളുണ്ടാകും, നിങ്ങൾ അവരുടെ കൂടെ കൂടരുത് എന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനോട്. അതായത് കർമ്മം ഇവിടെ വിന്യസിക്കുമ്പോൾ ആ കർമ്മത്തിന് പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് അതാണല്ലോ അതിൻ്റെ രീതി. നമ്മളോട് കർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു ജോലിക്ക് ആളെ വിളിച്ചു, ആൾക്ക് ജോലി തീരുമ്പോൾ വേതനം കൊടുക്കണം, അത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടേത്, അല്ലേ? വേതനമുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനിന് അള്ളാഹു പ്രോഗ്രാം ചെയ്തത്. അങ്ങനെയാണ്. നിങ്ങൾ പണിയെടുത്തോളൂ, ഒരു സംഗതി കിട്ടൂല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? ആരെങ്കിലും പണിയെടുക്കുമോ? വിശക്ക തരാം, 5 പൈസ ശമ്പളം തരൂല എന്ന് പറഞ്ഞാൽ പണിയെടുക്കുമോ? ഇല്ല. ഇനി ശമ്പളം തരാമെന്ന് പറഞ്ഞാലും അത് ഒരു മാന്യമായ ശമ്പളമൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടെയൊക്കെ ഉഴപ്പും ആളുകൾ. എന്തേ? അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ജസാ നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അള്ളാഹു പ്രതിഫലം കൊടുക്കും. വലിയ കാരുണ്യവാനാണ്. പക്ഷെ പിടുത്തം വിട്ട് കളിക്കുന്നവർ അള്ളാഹ് ശിക്ഷിക്കുകയും ചെയ്യും. റഹ്മത്ത് വലിയ റഹ്മത്താണ്. ഒരു ഹസനത്തിനെ 10 അള്ളാഹു താല മാറ്റി കൊടുക്കുകയാണ്. ഒന്നിന് 70ഉം 70,000 അതിലേറെയും അള്ളാഹു താല കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന വിധം തുലാസിൽ ഒരു നന്മയും ഒരു തിന്മയുമാണ് ഉള്ളതെങ്കിൽ ആ ഒന്നിന് 10 അള്ളാഹു കനം തൂക്കും. പക്ഷെ ഇവിടെ 10 ഒരു നന്മ ഉള്ളിടത്ത് 11 തിന്മ ചെയ്തിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം അത് റേഷ്യോയിൽ ഭയങ്കര വ്യത്യാസം വന്നു. അത് ഒരു നന്മയുടെ സ്ഥാനത്ത് 11 തെറ്റാ ചെയ്തിട്ടുള്ളത്. അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിച്ചിട്ട് പോലുമില്ല. പടച്ചോനെ എനിക്കൊന്ന് മാപ്പ് തരണേ എന്ന് പോലും റബ്ബിനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ റബ്ബിനോട് തൗബ ചെയ്തിട്ട് പോലുമില്ല. അങ്ങനത്തെ ആളുകളെ അള്ളാഹു ശിക്ഷിക്കും. കാരണം ഇത് തമാശക്ക് വിട്ട ലോകമല്ല. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അതുകൊണ്ട് ജോലിക്ക് പ്രതിഫലമുണ്ട്, അമലിന് ജസാ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജസാഇനെ കുറിച്ച് പറഞ്ഞത്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല, അല്ലേ? നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ അല്ലാഹു തആല ആനയിക്കും. ഇതൊക്കെ ഓരോ അമലിനും അല്ലാഹു തആല കൊടുത്ത പ്രതിഫലങ്ങളാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. നിങ്ങളുടെ തെറ്റുകൾ മിഥല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളമാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും.
ഇതൊക്കെ പ്രതിഫലങ്ങളാണ്, ജസാവുകളാണ്. ഇതിന് ചെറിയ ചെറിയ വാക്കുകൾക്കാണ്, ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് ജസാ മനുഷ്യനെയും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ആളുകൾക്ക് എന്ത് ചെയ്യണം? ശമ്പളം കൊടുക്കണം. അവരെന്ത് ചെയ്യരുത്? പറഞ്ഞു പറ്റിക്കരുത്. ശമ്പളം കൊടുത്തിരിക്കണം, ജസാ കൊടുക്കണം, ഒരു അമലിൻ്റെ ജസാ കൊടുക്കണം. മുതലാളിമാരോടൊക്കെ ഒരു കാര്യം ഉണർത്തുകയാണ്. ജോലി കൊടുക്കുന്ന ആളുകൾ, എംപ്ലോയേഴ്സ്, ഓലൊരു പക്ഷേ നാട്ടുകാർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് ഇവർ പരിഗണിക്കേണ്ടത് സ്വന്തം എംപ്ലോയീസിനെയാണ്. അവനവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പണിക്കാർക്കൊരു മാന്യമായ ശമ്പളവും അവർക്കൊരു സന്തോഷത്തിന് പെരുന്നാളോ റമദാനോ വിശേഷപ്പെട്ട ദിവസമോ വരുമ്പോൾ ഒരു ഇൻക്രിമെൻറ്റ്, എന്തെങ്കിലും ഒരു അധികം, ഒരു സമ്മാനമായിട്ടൊരു 100 200 അവർക്ക് കൊടുക്കുന്നു. അതുപോലും കൊടുക്കാതെ അവരുടെയൊക്കെ ചങ്കിന് പിടിച്ചു വെച്ചിട്ട് നാട്ടുകാർക്ക് ലക്ഷങ്ങൾ വാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ഈ പാവങ്ങളുടെ അവരുടെ വിയർപ്പാണ്. അവരുടെ വിയർപ്പിൽ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്. അത് നമ്മൾ ഏറ്റവും അർഹിക്കുന്നത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന എംപ്ലോയീസിനെയാണ്. പിന്നെ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽപക്കങ്ങൾ, ഇതൊക്കെ ക്ലിയർ ചെയ്തതിൻ്റെ ശേഷമാണ് ആ സർക്കിളിൻ്റെ പുറത്തേക്ക് പോകേണ്ട കാര്യം തന്നെയുള്ളൂ. എപ്പോഴും ചെയ്യേണ്ട കാര്യം അതാണ്. റമദാനൊക്കെ വരുന്നുണ്ട്. റമദാനെ ചില ആളുകൾ എന്ത് ചെയ്യും? ശമ്പളം പകുതിയാക്കി കുറക്കും. എന്നാൽ പണിക്ക് കുറവൊന്നുണ്ടോ? പണിക്ക് കുറവൊന്നുമില്ല, ടൈമൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷെ അതൊരു എഗ്രിമെൻ്റാണ്. നിങ്ങൾ അങ്ങനെ പരസ്പരം എഗ്രി ചെയ്ത വിഷയമാണ്, ഒരു കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്ന് നമുക്ക് അത്ര തരാൻ പറ്റുള്ളൂ. കൊറോണക്കൊക്കെ വെറുതെ ശമ്പളം കുറച്ച് ആൾക്കാരുണ്ട്, ജോലിയുണ്ട്, നല്ല ബിസിനസ് വന്നിട്ടുണ്ട്. ബിസിനസ് ഇല്ല, തളർന്നു പോയതിനെ കുറിച്ചല്ലേ പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനുഷ്യന്മാർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, അല്ലേ? പക്ഷെ അല്ലാത്തതിൽ പിടിച്ചു വെക്കുക, സ്വന്തം കടപ്പാടുള്ളവരുടെ ജസാഇനെ പിടിച്ചു വെക്കുക, എന്നിട്ട് ഇപ്പുറത്ത് വാരിക്കോരി കൊടുക്കുക, എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ടൊരു പ്രതിഫലം കിട്ടൂല. നമ്മൾ ലിതുജിസാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, അധ്വാനിക്കുന്ന ശരീരത്തിന് പ്രതിഫലം കൊടുക്കണം. അത് മാന്യമായ ശമ്പളവും അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ആർക്കച്ച വാരിക്കോരി കൊടുത്തോ. പക്ഷേ ഔലവീയ പ്രാധാന്യം ഇവർക്കാണ്. എന്തിന്? അവർ നിങ്ങൾക്ക് അമല് ചെയ്യുന്നവരാ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരല്ലേ. അവരുടെ ജസാ നിങ്ങളുടെ മേൽ അള്ളാഹു ബാധ്യതയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് കഴിച്ചിട്ട് മതി ബാക്കി വിഷയങ്ങൾ. ലിതുജിസാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അമലുകൾക്ക് ജസാ നൽകുന്ന ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ആ ദിവസത്തിനെയാണ് അസ്സാഅ എന്ന് വിളിച്ചത്. അതിനെയാണ് അള്ളാഹു അൽ യൗമുൽ ഖിയാമ, യൗമുൽ ജസാ, യൗമുൽ ഹിസാബ്, യൗമുൽ ത്വാമ്മ, യൗമുൽ സ്വാഖ, യൗമുൽ ഖാരിഅ, ഇതൊക്കെ വിളിച്ചത് ഖിയാമത്തിൻ്റെ പേരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻദിർഹും യൗമൽ ഹസ്റതി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലഹ وهم في غفلة وهم لا يؤمنون. യൗമുൽ ഹസ്റ, ഖിയാമത്തിൻ്റെ ഒരു പേര് യൗമുൽ ഹസ്റ, സങ്കടപ്പെടുന്ന ദിവസം. വഅൻദിർഹും, നബിയെ കൃത്യമായ താക്കീത് കൊടുക്കണേ, കൃത്യമായ താക്കീത് നൽകണമേ. യൗമൽ ഹസ്റ, സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ഇദ് ഖുദിയൽ അംറു, അള്ളാഹു കാര്യങ്ങളെ തീരുമാനിച്ച് ഉറപ്പിച്ചു വെക്കുകയും കാര്യങ്ങളെ അള്ളാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച ഒരു ദിവസം യൗമുൽ ഹസ്റ വരാനുണ്ട് എന്ന് ജനങ്ങൾക്ക് ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കണേ നബിയെ. വഹും ഫീ ഗഫ്ല, ജനങ്ങൾ അശ്രദ്ധമായിരിക്കുമ്പോഴായിരിക്കും ഇത് വരുന്നത്. വഹും ലാ യുഅ്മിനൂൻ, അവരൊരു പക്ഷേ വിശ്വാസമില്ലാത്തവരായിരിക്കും. അങ്ങനൊരു സംഗതി നടക്കുമോ? ഇത് പ്രപഞ്ചത്തിൻ്റെ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ലോകാവസാനം പ്രപഞ്ച സൃഷ്ടിപ്പിൻ്റെ ഒരു അനിവാര്യതയാണ്. മുഹമ്മദിന് അങ്ങനൊരു ടൈറ്റിൽ കൊടുത്തു തോന്നുന്നുണ്ടല്ലേ? അതൊരു അനിവാര്യതയാണ്. എങ്ങനെ? ജനിച്ചു എന്നാണോ പറയണത്? പിന്നെ മരണമുണ്ട്, അല്ലേ? ജനിച്ചതിന്, തുടങ്ങിയതിന് അവസാനിക്കും. ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങി, ആ കുറച്ച് ഞാൻ നിൽക്കും. ആഴത്തിലൊന്നും ചിന്തിക്കേണ്ട, 10 മണിയെ നിർത്തുമെന്ന് പറഞ്ഞത്. യൗമുൽ ഹസ്റ, ജനിച്ചതിന് മരണമുണ്ട്, തുടങ്ങുന്നതിന് ഒടുക്കമുണ്ട്, ആരംഭത്തിന് അവസാനമുണ്ട്. ആരംഭമില്ലാത്തവനാണ് അള്ളാഹു, അതുകൊണ്ട് അള്ളാഹുവിന് അവസാനമില്ല എന്ന് പറയാം. അള്ളാഹുവിന് ആരംഭമില്ല.
ആരംഭിച്ചു എന്ന് പറയാൻ വയ്യ, അത് സൃഷ്ടികളുടെ സ്വഭാവമാണ്. അപ്പോൾ പണ്ട് അള്ളാഹു എന്തായിരുന്നു എന്ന ചോദ്യം പോലും പ്രസക്തമല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം സമയം ഉണ്ടാക്കിയവനാണ് അള്ളാഹു. അങ്ങനത്തെ റബ്ബിനോട് കഴിഞ്ഞ കാലം എന്ന പദപ്രയോഗം പോലും അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്നില്ല. സമയം ഉണ്ടാക്കിയത് പഠിച്ചവനല്ലേ. അങ്ങനത്തെ റബ്ബിനോട് ഇന്നലെ എന്തായിരുന്നു, മറ്റന്നാൾ എന്തായിരുന്നു, 5 ബില്യൺ ഇയേഴ്സ് ബാക്ക് എന്തായിരുന്നു, അള്ളാഹ് ഉണ്ടാക്കിയ സാധനത്തെക്കുറിച്ച് എന്താ അള്ളാഹിനെ പറ്റി ചോദിക്കുന്നത്? അള്ളാഹു സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് അള്ളാഹുവിന് അവ്വലുമില്ല, ലാ അവ്വല വല ആഖിർ, ഹുവൽ അവ്വലു വൽ ആഖിർ. പ്രപഞ്ചം ഉണ്ടായതാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തിയറി. പ്രപഞ്ചം ഉണ്ടായതാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നൊരുപാട് ചർച്ചകളുണ്ട്. അതിൽപ്പെട്ട വൺ ഓഫ് ദ മോസ്റ്റ് ഡിബേറ്റഡ് ടോപ്പിക്കാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ബിഗ് ബാങ് ശരിയല്ല എന്ന് പറയുന്ന ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അതൊരു തിയറിയാണ്. ശരിയാവാം, അല്ലാതിരിക്കാം. ആരും കണ്ടിട്ടില്ല 17 ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അല്ലാതെ 17 ആയിരുന്നു, അല്ല 16 ആയിരുന്നു തിരുത്താൻ ഒരു മനുഷ്യനും പോകില്ല. എന്തേ? ആരും അതിന് വിറ്റ്നസ് ചെയ്തിട്ടില്ല. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. അവരുടെ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പോ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പോ അള്ളാഹു മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ടില്ല. മനുഷ്യനെ അള്ളാഹു കാണിച്ചു കൊടുക്കാത്ത സംഗതിയാണ്. പിന്നെ നമ്മളെങ്ങനെ വിറ്റ്നസ് ചെയ്യുക? നമ്മളിങ്ങനെ തിരുത്താൻ പോവുക. അപ്പോൾ അവർ പറയും 17 ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചു. ഓക്കെ, അത് 19 25 അതൊന്നും നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. സയൻസ് അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് അങ്ങനെ ഒരു ടൈം പീരീഡ് പറയുന്നു. മേ ഓർ മേ നോട്ട് ബി ട്രൂ. ഇപ്പം നമ്മൾ 7 ബില്യൺ മനുഷ്യന്മാർ ലോകത്തുണ്ടെന്ന് പറയും. അല്ല, ഇത്ര 7 ബില്യൺ, ഇത്ര ലക്ഷം, ഇത്ര 1000, ഇത്ര 543 കുട്ടികളാണ് ഇപ്പോൾ ജനുവരി 1-ന്. എവിടെ? ആ ജനുവരി 1-ന് തന്നെ 1000 കുട്ടികൾ വേറെ ജനിച്ചിട്ടുണ്ടാവും അതേ സമയത്ത്. അതൊന്നും കാൽക്കുലേഷനിൽ വരില്ല. അങ്ങനെ മനുഷ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ലോകത്ത് കൃത്യം കണക്കെടുക്കാൻ പറ്റുമോ? അതൊക്കെ നഴ്സറിയിൽ നിന്ന് ടീച്ചർമാർ വന്നിട്ട് കാനേഷന്മാരെ കണക്കെടുക്കുമ്പോഴേ കൃത്യമായ വിവരം കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ടാവും? പേരിൽ 10 കുട്ടികളുണ്ട്, ഇവിടെ 2 കുട്ടികളുള്ളൂ മോനെന്ന് പറഞ്ഞാൽ ഓക്കെ, ആ കുട്ടികളെ പേര് പറഞ്ഞു നിൽക്കുക. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കും പേര്. എന്ത് ചെയ്യും? കണക്കുകൾക്ക് അത്രയേ ഉള്ളൂ. അതിനൊക്കെ അത്രയും വിശ്വസിക്കേണ്ടേ കാര്യമുള്ളൂ. അത് അങ്ങനെ ആക്യുറേറ്റ് ആണ്. അതിൽ മരണം സംഭവിക്കുന്നില്ലേ? എത്ര മരണം സംഭവിക്കുന്നുണ്ടാവും? എത്ര മൾട്ടിപ്പിൾ ജനനം? ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിനെ വെച്ചിട്ട് അവർ കണക്ക് ക്ലോസ് ചെയ്യും. ഈ കുട്ടിയുടെ ജനനം കൊണ്ട് നമ്മൾ ഇത്ര നമ്പർ കംപ്ലീറ്റ് ചെയ്തു. പല സെൻസസുകളും അങ്ങനെ ഒക്കെ റാൻഡം കണക്കുകളാണ്. ആയിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമല്ല. അതൊക്കെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചമുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അദുദാ. നബിയെ, ഈ 2 വിഷയങ്ങളിലും പിഴപ്പിക്കാൻ വരുന്നവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കൂ. ലോകത്തെ 2 സിദ്ധാന്തങ്ങളാണ് മനുഷ്യനെ ചിന്തിപ്പിച്ചത്. ഒന്ന്, ഞാൻ എവിടെ നിന്ന് വന്നു, ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു. ഇത് മനുഷ്യനെ എന്നും ചിന്തിപ്പിച്ചൊരു വസ്തുതയാണ്. മനുഷ്യൻ ചിന്തിച്ചിരിക്കും. ചിന്താശേഷിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന 2 പ്രധാന വിഷയങ്ങൾ ഇതാണ്. വേർ ഡിഡ് ഐ കം ഫ്രം? ആരെന്നെ പഠിച്ചത്? ഞാൻ എന്തിനു വന്നു? പിന്നെ where did the world come into being? ഇത് എവിടെ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്? ഈ 2 വിഷയത്തിലും പിഴപ്പിക്കുന്നവർ വരും. അതിനെ പിന്തുടരരുത് നബിയെ. നോക്കണം, 2 സിദ്ധാന്തങ്ങളാണ് ലോകത്ത് സൂപ്പർസീഡിങ്. ഒന്ന്, ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ, പരിണാമ സിദ്ധാന്തം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന തത്വങ്ങൾ. പിന്നെ ഈ പ്രപഞ്ചമുണ്ടായത് ബിഗ് ബാങ്ങിലൂടെയാണ്. ഈ 2 സിദ്ധാന്തങ്ങൾ പിടിച്ചിട്ടാണ് നിരീശ്വരവാദികൾ രംഗത്ത് വന്നത്. ഖുർആൻ പറയാ, ഈ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും പിഴപ്പിക്കുന്നവരെ വരും നബിയെ. ഇത് 2 അല്ലേ ലോകത്ത് നടക്കുന്നുള്ളൂ. മനുഷ്യനുണ്ടായത് കുരങ്ങെന്നാന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല എന്ന് പറയും. അത് ശാസ്ത്രം അതിനെ ക്രോസ് ചെയ്യാണ്. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അത്. അങ്ങനെ ഒരിക്കലും ബ്രെയിൻ തല ഡെവലപ്പ് ചെയ്തിരിക്കാം, ശരീരം ഡെവലപ്പ് ചെയ്തിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് പ്രോസസ്സിങ് അതൊരിക്കലും ഈ ഒരു സർവൈവൽ കൊണ്ടുണ്ടാകുന്ന സംഗതിയല്ലത്. അതിന് സാധ്യമല്ലെന്നാണ് ഖുർആൻ പറഞ്ഞു. ലതർക്കബുന്ന തബഖൻ അൻ തബഖ്. നിങ്ങൾ യു വിൽ ബി ഗ്രാജ്വലി അഡ്വാൻസിങ്. മനുഷ്യൻ പതിയെ പതിയെ പുരോഗതിയിലേക്ക് കടന്നു വരുന്നവരാണ്.
അപ്പം എന്താ ഐഫോൺ 16 ഒരു 50 കൊല്ലം മുമ്പ് കണ്ടെത്തി കൂടായിരുന്നു? കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യും? ഇന്നത്തെ രീതിയിലുള്ള ഫ്ലൈറ്റുകൾ അന്ന് ഒരു 100, 200, 500 കൊല്ലം മുമ്പ് ഉണ്ടാക്കിക്കൂടായിരുന്നോ? മനുഷ്യന് പറ്റിയില്ല. മനുഷ്യനതിൻ്റെ ബേസിക് വേർഷൻസ് കണ്ടെത്തി, പിന്നെ അതിനെ ഇമ്പ്രൂവ് ചെയ്തു, വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രയോഗം എത്ര നോക്കൂ. മനുഷ്യൻ്റെ തലച്ചോറ് റെഡിയാണ്, മനുഷ്യൻ റെഡിയാണ്, ഈ പ്രപഞ്ചത്തെ റിസോഴ്സുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള മനുഷ്യൻ്റെ ടെക്നിക്കൽ സ്കിൽ അത് അള്ളാഹു തന്നെ മനുഷ്യനെ ഇൻസ്പയർ ചെയ്യണം. അതിന് ചില ആളുകൾ എല്ലാവരും കള്ളുടിയന്മാരും പെണ്ണുപിടിയന്മാരുമായി ജീവിച്ച ലോകത്ത് വല്ല ഇൻവെൻഷൻസ് നടക്കുമായിരുന്നോ? എല്ലാവരും രാത്രിയായാൽ പിന്നെ 4 കാലിൽ നടക്കുന്ന മനുഷ്യന്മാരാന്ന് വിചാരിക്കുക. ആർക്കും ഒന്നും പഠിക്കുക, ഒരൊറ്റ കുട്ടി സ്കൂളിൽ പോകുന്നില്ല എന്ന് വിചാരിക്കുക, ഒരാൾക്കും പഠിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക. ലോകത്ത് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ? അള്ളാഹു ചില ആളുകളെ അതിനു വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റഡ് ആക്കി വെച്ചു. അപ്പോഴല്ലേ നമ്മൾ അനുഭവിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടായത്. ഇത് അള്ളാഹു ഗ്രാജ്വലി ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇത് ഒറ്റടിക്ക് തരൂല, അതിന് ചില ബേസിക് സ്റ്റേജുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയൻ്റെ ആ പഴയ കട്ട ഫോണൊക്കെ നമുക്ക് ഓർമ്മയല്ലേ? 3310 എന്തായാലും പേര് അല്ലേ? അത് കഴിഞ്ഞിട്ട് മെല്ലെ 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 ചെറിയ സ്ക്രീന് വന്നു. അപ്പോൾ സാംസങ്ങൊക്കെ അന്നുണ്ട്, ആരും മൈൻഡ് ചെയ്യൂല, നോക്കിയ മതി എന്ന് പറയും അല്ലേ? അങ്ങനെ കുറേ ഷോപ്പേർ നോക്കിയ സാംസങ്ങും വെച്ചിരുന്നുണ്ട്. ആ നീല സ്ക്രീനും നീല കളറൊക്കെ ഉള്ള സ്ക്രീനൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കിയാൽ മതി. പിന്നെ നോക്കിയാണ്ട് ഔട്ടാവുന്നു. ആലോചിച്ച് നോക്കി, അംബാസഡറൊക്കെ ഔട്ടായ പോലെ ആരെയും വിചാരിച്ചോ? നമ്മളെ മന്ത്രിമാരൊക്കെ നടന്ന കാർ അപ്പോൾ കാണാൻ കിട്ടുമോ? ഒരു മ്യൂസിയത്തിൽ പോകേണ്ടി വരും. അപ്ഡേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഇപ്പുറത്ത് വേറെ കമ്പനികൾ ആ ഗ്യാപ്പിലേക്ക് കയറിയിരുന്നു. അങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു, ഡെവലപ്പായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ സാധ്യതകൾ ഇനി വരാൻ പോകുന്നു നമുക്ക് അൺപ്രഡിക്റ്റബിൾ, അങ്ങനെ പറയാം. നമുക്ക് പറയാൻ കഴിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന്. ടെക്നോളജി എവിടം വരെ പോകും, AI കൊണ്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല. കാത്തിരുന്ന് കാണാം, അങ്ങനെ പറയൂ. ഇത് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. ലതർക്കബുന്ന തബഖൻ അൻ തബഖ്. അതിൻ്റെ ആ ആയത്തിൻ്റെ മാനകളിൽ ഒരു മാന അതാണ്. നിങ്ങൾ ഗ്രാജ്വലി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യ സമൂഹത്തെ അങ്ങനെയാണ് അള്ളാഹു തആല പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ചിമ്പാൻസിയിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുന്നൊരു സിദ്ധാന്തത്തെ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റൂല. ചിമ്പാൻസിൽ നിന്ന് വേറെ പലതും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഓക്കെ. ബനു ആദം, യാ ബനി ആദം, ആദം നബിയുടെ മക്കളെ എന്ന് ഖുർആൻ അഡ്രസ്സ് ചെയ്യുന്ന ഈ മനുഷ്യൻ സയ്യിദുന ആദം അലൈഹിസ്സലാം എന്ന പരിപൂർണ മനുഷ്യനായി അള്ളാഹു സൃഷ്ടിച്ച. ലഖദ് ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആ സൂറത്തിലാണ് അള്ളാഹു ആദം നബിയെ പഠിച്ചത് എന്നല്ലാതെ ആദം നബി കുട്ടിയായിട്ട് വളർന്നതല്ല. ആദം നബിയെ ലോകത്തേക്ക് അയച്ചപ്പോഴുള്ള രൂപം ഏതാണോ അതേ രൂപത്തിൽ പടക്കപ്പെട്ട ആളാണ് ആദം നബി അലൈഹിസ്സലാം. അവിടെ സൂറത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ രൂപത്തിൽ എന്നൊക്കെ തെറ്റായി അർത്ഥം വെച്ചു, അങ്ങനെയല്ല. ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി, ആദം നബിയുടെ ആ രൂപത്തിൽ അങ്ങനെ പൂർണ്ണ മനുഷ്യനായിട്ട് ആദം നബി ലോകത്തേക്ക് വന്ന മഹാനാണ്. എങ്ങനെയല്ല കുട്ടിയായി ജനിച്ച് മീശ മുളച്ച് അങ്ങനെ വലിയ ആളായി വന്നതല്ല. പൂർണ്ണ മനുഷ്യനായി നബിയായി ആദം നബി എങ്ങനെ പ്രത്യക്ഷപ്പെട്ടോ അങ്ങനെ തന്നെ ആദം നബി അള്ളാഹു തആല പഠിച്ചിട്ടുള്ളത്. ആദം നബി സംസാരിച്ചു, ആദം നബിക്ക് ബുദ്ധിയുണ്ടായിരുന്നു, മലക്കുകളുമായി കോൺവേഴ്സ് ചെയ്തു, അവരുമായി സംഭാഷണം ചെയ്തു, മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, നബിയായിരുന്നു, സംസാരിച്ചിരുന്നു, ഭാഷയുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് അനുമാനശാസ്ത്രം കൊണ്ടാണ് ഈ ആന്ത്രോപോളജി വർക്ക് ചെയ്യുക. അനുമാനിക്കുകയാണ്. കാരണം ഇങ്ങനൊരു ദൈവികമായ ഒരു സിദ്ധാന്തത്തെയോ ദൈവികമായ ഒരു അടിസ്ഥാന തത്വങ്ങളെയോ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അതെങ്ങനെ ഉണ്ടായതെന്ന് വെറുതെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണ്ട. പിന്നെ എങ്ങനെ ഉണ്ടായി? അപ്പോൾ അങ്ങനെ പറയും കാട്ടുതീ ഉണ്ടായി, അപ്പോൾ ചില മാനുകളൊക്കെ കാട്ടുതീയിൽ അങ്ങ് വെന്തുപോയി, അപ്പോൾ മനുഷ്യടുത്ത് തോന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, അപ്പോൾ തോന്നി എന്നാൽ വേവിച്ചു കഴിക്കണമെന്ന്. കുട്ടികളോട് പറയാൻ നല്ലത്, വലിയവരോട് പറയാൻ പറ്റുമോ അതൊക്കെ? അത്രയും കാലം മനുഷ്യന് തിന്നാൻ ഭക്ഷണമില്ലായിരുന്നോ? മനുഷ്യന് ഓരോ മരം പോയി കടിച്ചു നോക്കിയായിരുന്നു, തിന്നാൻ പറ്റുമോ പറ്റൂലേ? മരിച്ചു പോകൂലേ? വൈകുന്നേരം ആകുമ്പോഴേക്കും ഭക്ഷണം കിട്ടാണ്ടേ? വഅന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, ആദം നബിയെ നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും ഞാൻ തരും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിനിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഭക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും, നിങ്ങൾക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്താ കഴിക്കേണ്ടത്, കഴിക്കേണ്ടാത്തത്. പിന്നെ വെറൈറ്റികൾ ഉണ്ടാക്കാം, അത് വേറെ വിഷയം. അതുകൊണ്ട് ഈ പ്രപഞ്ച വീക്ഷണത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ വരുന്ന 2 ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം ഖുർആൻ നൽകിക്കഴിഞ്ഞു.
നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങളെ എങ്ങനെ പടച്ചു, എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്. ഇത് രണ്ടും പറഞ്ഞ സൂറയാണ് സൂറത്തുൽ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചത് അല്ലാഹുവാൻ. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അലക്കിൽ നിന്നും പടച്ചതാണ് അല്ലാഹു. തീർന്നു. പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, മനുഷ്യൻ എവിടെ നിന്ന് വന്നു. ഡാർവിനിസവും വേണ്ട, ബിഗ് ബാങ് തിയറിയും അത് പിടിച്ചിട്ട് പടച്ചോനെ നിഷേധിക്കാൻ വരണ്ട. അതാ പറഞ്ഞത്. ആ തിയറി വെച്ചിട്ട് പടച്ചോനെ നിഷേധിക്കാൻ വരരുത്. ബിഗ് ബാങ് എവിടെ നിന്നുണ്ടായെന്ന് പറയണം. അതിൻ്റെ കാരണം എന്ത്? അത് ഒരു ആക്ഷനാണ്. എവറി ആക്ഷൻ ഷുഡ് ഹാവ് എ റീസൺ. ആ റീസൺ എന്താണെന്ന് പറയൂ. ആ റീസൺ, അതിൻ്റെ പ്രൈം മൂവർ എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. ഇത് മനസ്സിലാക്കാൻ എന്തിനാ കുറേ ഡിബേറ്റ്? ഇത് മനസ്സിലാക്കാൻ വല്ല ഫിലോസഫിക്കൽ ഡിബേറ്റിൻ്റെ കാര്യമുണ്ടോ? അത്ര ഈസിയാണ് തൗഹീദ് മനസ്സിലാക്കാൻ. നമ്മളത് കോംപ്ലിക്കേറ്റഡായ കുറേ തിയറിയൊക്കെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ആകെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് മൂസ നബിയെ, സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവർ പറയും ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹ്. അങ്ങനെ നിങ്ങൾ അവരുടെ പിന്നാലെ കൂടിയാൽ ഫതർദാ, നാശത്തിലേക്ക് പോകും മൂസ നബിയെ. നാശത്തിലേക്ക് പോകും, നാശത്തിലേക്ക് പോകും. നാട്ടിൽ ഒരു ചെക്കൻ്റെ കഥ പറയാറുണ്ടല്ലോ. ഉണ്ടായ സംഭവം, ഏറ്റവും നല്ല ഇന്ത്യയിലെ പേരുകേട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് ഹോൾഡറായിട്ട് പാസ്സായിട്ട് USA ഏറ്റവും നല്ല പ്രീമിയം കമ്പനിയിൽ നിന്ന് ജോബ് ഓഫർ വന്നിട്ട് ആ ചെക്കന് ജോലിക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചെറിയ ഇടവേളക്കിടയിലാണ് ഒരു മിഠായി കൊടുത്തിട്ട് ആ ചെക്കനെ മയക്കുമരുന്നിന് അടിമയാക്കിയത്. ലൈഫ് അങ്ങോട്ട് പോയി. ഫത്തർദ. എക്സെപ്ഷണലി ബ്രില്യൻറ്റ് മോൻ, നല്ല മാർക്കിൽ പാസ്സായ മോൻ, ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് എടുത്ത മോൻ, അതും USA ഇങ്ങോട്ട് ഇൻ്റർവ്യൂക്ക് വന്നിട്ട് അവന് ടിക്കറ്റും വിസയും എല്ലാം കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് 5-8 കൂട്ടുകാർ കൂടിയിട്ട് ഒരു ബീഹാരിൻ്റെ കയ്യിൽ മുട്ടായും കൊടുത്തിട്ട് മയക്കുമരുന്നിന് അടിമയാക്കിയത്. ആ ചെക്കനിപ്പോൾ തെണ്ടുകയാണ്, ഭ്രാന്ത് പിടിച്ച പോലെ. ഇപ്പം അടുത്താണ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് വരെ കിട്ടിയത്. ഫതർദ, നശിച്ചു പോകും ആ പറഞ്ഞത്. ഫതർദ. അങ്ങനെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ ഫതർദ, മനുഷ്യൻ നാശത്തിലേക്ക് പോകും. കാരണം ഈ ശരീരം നമുക്ക് എതിരാണ് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹളാക നുസ്ഹ ഫത്തഹിമി. നമ്മുടെ ശരീരം നമുക്കെതിരാണ്. നമ്മുടെ ശരീരത്തിന് ആഗ്രഹമുള്ള പലതും ആഖിറത്തിലേക്കുള്ള നമ്മുടെ ലക്ഷ്യത്തിനെതിരാണ്. അതുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കണം. മനുഷ്യന് പല ആഗ്രഹങ്ങളുണ്ടാവും, പല തോന്നലും വരും. ഹിഫ്ള് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് എൻജിനീയറിങ് ചെയ്തിട്ടുണ്ട്. എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാം, ഇപ്പോൾ നല്ല മോനട്ടോ, ഒരു ഹാഫിളായിട്ട് ജോലി ചെയ്യുക, പള്ളിയിൽ ജോലി ചെയ്യുക. പക്ഷെ എന്നെ പറഞ്ഞു, എൻജിനീയറിങ് പഠിക്കുമ്പോഴേ പിടുത്തം വിട്ടുപോയി. കാരണം കൂടുള്ളവരൊക്കെ ഇങ്ങനെ പാൻറ്റും കുപ്പായും ജീൻസൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ കന്തുറിട്ട കയറി ചെന്നത്. ഞാൻ പിന്നെ അതൊക്കെ നിർത്തി, ഖുർആൻ്റെ ദൗറ നിർത്തി. ഓതാൻ സമയം കിട്ടുന്നില്ല. കാരണം ലോകം ഭയങ്കര കളർഫുള്ളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്തെതൊന്നും അറിയാണ്ട് ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് പറയാം, അവസാനം നിസ്കാരം വരെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതിൽ നിന്ന് അള്ളാഹു എന്നെ പൊക്കിയെടുത്തു. സുബ്ഹാനല്ലാഹ്. മനുഷ്യന് തോന്നിപ്പോവും. ഇപ്പോൾ പള്ളി ദർസിലും എത്തിങ്ങാനയിലും കോളേജിലും അറബി കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളെ 2 ദിവസത്തെ ലീവിന് വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ വസ്വാസം ഉണ്ടാവും. ഞാൻ ഈ വെള്ളക്കുപ്പായം തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തിനാണ് നിൽക്കുന്നത്? എൻ്റെ ഒപ്പല്ല കുട്ടികളൊക്കെ അതാ പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു. കുട്ടികൾക്ക് തോന്നും, സ്വാഭാവികമാണ്. അവരെ ആ രീതിയിൽ അവർക്ക് കൗൺസിലിങ്ങോ ആ രീതിയിൽ അവരോട് പെരുമാറുകയോ കോൺഫിഡൻസോ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികൾ പറയും, ഞാൻ നാളെ മുതൽ പോകുന്നില്ല എന്ന് പറയും. മനുഷ്യൻ കാണുന്ന ഈ ലോകം ഹവയുടെ ഒരു ലോകമാണ്, ഹവയുടെ ലോകമാണ്, ആഗ്രഹങ്ങളുടെ ലോകം. ആ ആഗ്രഹങ്ങളെ പച്ചയിൽ നടുറോട്ടിൽ നടക്കണമെന്ന് മനുഷ്യൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ, അല്ലേ? അതൊന്നും പറയാൻ മടിയില്ലായിരുന്നു. മടിയുള്ളൊരു കാലഘട്ടമുണ്ട്. ഇപ്പം മടിയില്ലാതായി മാറിയിരിക്കുകയാണ്. അത് സെലിബ്രിറ്റികളും പേരുകേട്ട ആളുകളും പെരുമുള്ള ആളുകളും വലിയ ബിസിനസ്മാൻമാരടക്കം മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പച്ചയിൽ അങ്ങോട്ട് തോന്നിവാസം പറയാം. കുടുംബ ബന്ധങ്ങളെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ, കുടുംബ മൂല്യങ്ങളെ, ഇതൊന്നും വിഷയമല്ല. ആഗ്രഹം നടക്കണം. എനിക്കതൊക്കെ ഇഷ്ടമാണ്, ഞാൻ തുറന്നു പറയുന്നു. അങ്ങ് തുറന്നു പറയരുതെന്ന് പഠിപ്പിക്കല്ലേ മനുഷ്യനെ? മതങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിയും. ഈ ബുദ്ധി മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം അങ്ങനെ പറയാൻ കഴിയുമോ? മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും.
മനുഷ്യൻ മൃഗത്തെ പോലെ ആകാൻ പാടില്ലല്ലോ. മനുഷ്യനും മൃഗവും ഉള്ള വ്യത്യാസം എന്താ? നമുക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയും. അത് മുസ്ലിമിന് മാത്രമുള്ള വിശ്വാസമല്ലത്. എല്ലാ മനുഷ്യനെയും മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത് the ability to distinguish between good and bad. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഈ വിശേഷ ബുദ്ധി ഒരു കൂട്ടർക്ക് ഇല്ലെങ്കിൽ അവർ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു എന്ന് പറയേണ്ടി വരുന്നു. മനുഷ്യൻ്റെ ഹവ, മനുഷ്യൻ്റെ ശരീരത്തിന് തോന്നുന്നത് ചെയ്യുക, ഇതാണ് ഹവ എന്ന് പറയുന്നത്. വത്തബഅ ഹവാ ഫതർദ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, ഉമ്മ ഉപ്പ എന്നെ നിയന്ത്രിക്കരുത്. ഐ ആം സീക്കിംഗ് ആഫ്റ്റർ മൈ ഹാപ്പിനെസ്. എൻ്റെ ആഗ്രഹമാണ് ഞാൻ നടത്തുന്നത്. എനിക്ക് അവളെ ഇഷ്ടമാണ്, ഇവളെ ഇഷ്ടമാണ്, ഇവനെ ഇഷ്ടമാണ്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, എന്നെ ആരും തടഞ്ഞു വെക്കരുത്, ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കുന്നു. മോളെ, നമുക്ക് ഹാപ്പിനെസ് വേണം, പക്ഷെ ആ ഹാപ്പിനെസ് ഷുഡ് ബി ഇൻ ദ ബൗണ്ടറി സെറ്റ് ബൈ അല്ലാഹ്. ഇത് പഠിപ്പിക്കാനാണ് ഇസ്ലാം വന്നത്. നിയന്ത്രണം, സ്ട്രക്ചർ വേണം, ഡിസിപ്ലിൻ വേണം ലൈഫിന് എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ഫതർദ. ആ ഡിസിപ്ലിൻ എവിടെ ഇല്ലാതെയാകുന്നുണ്ടോ നിങ്ങൾ നാശത്തിലേക്ക് പോകും. 60,000-ഓളം വെപ്പാട്ടികൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്ന രാജാവിൻ്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ രാജാവാണ്. അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്ലാം അനുവദിച്ച വിഷയമാണ്. ഇസ്ലാം അനുവദിച്ചു. ഇന്ന് അടിമ സമ്പ്രദായങ്ങളില്ല, അതിനെപ്പറ്റി വല്ലാണ്ട് ഡ്രീം ചെയ്യാൻ നിൽക്കണ്ട, പോയി കഴിഞ്ഞിട്ടുണ്ട്. പഴയ കഥ പറയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പൂതി തീർന്നിട്ടില്ല. അത് വെച്ചുകൊണ്ട് മഹാന്മാരായ ആലിമ്യങ്ങൾ പറയാൻ, നോക്കണേ, വല്ലാത്തൊരു അത്ഭുതം. മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് അഴിച്ചുവിട്ടാൽ അതിന് ബൗണ്ടറി ഇല്ല. ബൗണ്ടറി ഇല്ല. 1, 2, 3, 4 എന്നല്ല, 60,000 അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു രാജാവ്. അദ്ദേഹം പറയേക്ക് പൂതി തീർന്നിട്ടില്ല എന്ന്. എന്തേ? ആഗ്രഹത്തെ അഴിച്ചുവിട്ടു, നിയന്ത്രിച്ചില്ല. നേരെ മറിച്ച് നിയന്ത്രിച്ചു എന്ന് വിചാരിക്കുക. ആ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും മനുഷ്യന്റെ പൊട്ടൻഷ്യൽ ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങളിലേക്ക്, മനുഷ്യന് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ എൻഗേജ് ചെയ്യണം. അതല്ല ഇസ്ലാം പറയുന്നത്. നമ്മുടെ പൊട്ടൻഷ്യൽ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നും ഇസ്ലാമിന് വീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? ആരാ ഏറ്റവും ഖൈറായവൻ? 4 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ്, നിങ്ങൾ ഏറ്റവും ഖൈറായ ആളാരാ? അംഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ പുറത്തിറങ്ങി നടക്കുന്ന ആളുകളാണ്. മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ ഇറങ്ങണം. ഖൽഖുല്ലാഹി ഇയാലുഹു, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവനും അള്ളാഹിൻ്റെ മക്കൾ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് റബ്ബിൻ്റെ ആശ്രിതരാണ്. അതുകൊണ്ട് ഖൈറുഹും ലിഇയാലിഹി, അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് ഗുണം ചെയ്യൂ. നിങ്ങൾ വെറുതെ ഇരിക്കരുത്. ഹാപ്പിനെസ് മീറ്റർ എന്നൊരു സംഗതിയുണ്ട്. ഞങ്ങളൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യായിരുന്നു. ഇന്നലെയാണോ ചൊവ്വാഴ്ച, മിനിഞ്ഞാന്ന്. 2 മണിക്കൂർ വർക്ക്ഷോപ്പ് ആണ്. UK നിന്ന് ട്രെയിനർ വന്നിട്ടു. അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദ വെൽ ബീയിങ് ഓഫ് മെൻ, പുരുഷന്മാരുടെ മനസ്സിനെ എങ്ങനെ സമാധാനം കണ്ടെത്താൻ, എങ്ങനെ അവരെ ആത്മഹത്യയിൽ നിന്ന് പ്രേരിപ്പിക്കാൻ കഴിയും. ഓരോ 3 മണിക്കൂറിലും മിനിമം 5 പേർ ആണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് UK എന്നാണ് കണക്ക്. ഓരോ 3 മണിക്കൂറിലും 5 ആണുങ്ങൾ വെച്ചിട്ട്. അപ്പം ഇതിന് കാരണങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറഞ്ഞു. അതിൽ എങ്ങനെ മനുഷ്യന് സമാധാനം കണ്ടെത്താൻ കഴിയും. ഇതിലിപ്പം ഒരു ഇസ്ലാമിക വീക്ഷണം അറിയുന്ന ആളുകൾക്ക് ഇതിലൊന്നും എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു ജനറലി വീക്ഷിക്കുന്ന ഒരാൾ, ഒരു റിസർച്ചർ, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലി എന്തൊക്കെ പരിഹാരങ്ങളുണ്ട് എന്ന് അവരന്വേഷിക്കും. അപ്പോൾ അതിൽ പറഞ്ഞ പരിഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ്. KMCCക്ക് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ, അബ്ഷിറു, സന്തോഷിച്ചോളൂ. നമ്മളറിയാതെ വലിയൊരു ഹാർട്ട് അറ്റാക്കും വലിയൊരു ആത്മഹത്യയിലേക്ക് പോകാനുള്ള ടെൻഡൻസിയെയും നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നു നമ്മൾ സോഷ്യൽ വർക്കുകളിൽ എൻഗേജ് ആകുമ്പോൾ. അത് വലിയൊരു ഘടകമാണ്. മനുഷ്യന് ഹാപ്പിനെസ് കിട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ വേണ്ടത് തവക്കുലാണ്. അതും പോലും പറയാം, ആ ടേം അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ അവർ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി, പടച്ചവനെ, തവക്കുലാണല്ലോ ഈ പറയുന്നത്. സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക,
ഓവറായിട്ട് നമ്മുടെ ബ്രെയിനിനെ എൻഗേജ് ചെയ്യരുത്. പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ വല്ലാത്തൊരു സംഭവമാണ്. മനുഷ്യൻ്റെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യാൻ പറ്റും. മൊബൈൽ അഡിക്ഷനെ സംബന്ധിച്ച് പറഞ്ഞു. കുട്ടികളൊക്കെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെയും മൊബൈലിൽ ഇങ്ങനെ നോക്കി റീൽസ് ഇങ്ങനെ നോക്കി ആ ഒരു ഭ്രാന്ത് ഉണ്ടെങ്കിൽ ബെഡ് ടൈം എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. സെറ്റിങ്സ് പോവുക, അതിലെ ആക്സസിബിലിറ്റി ആണോ ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആക്സസിബിലിറ്റിയിലേക്ക് പോവുക. ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റൈൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലാണോ കളർ ഫിൽറ്റേഴ്സ്, കളർ ഫിൽറ്റേഴ്സിലേക്ക് പോവുക. ആ കളർ ഫിൽറ്റേഴ്സ് എന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ടൈം മോഡിലേക്ക് മാറും. ഫോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ചെയ്ത് നോക്കിയത്, ആ സാധനം നോക്കാൻ തോന്നണില്ല. അപ്പം ഞാൻ ബെഡ് ടൈം മോഡിലേക്ക് ആക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റാ, ഒന്നും കാണൂല. നമുക്ക് തന്നെ ഫോട്ടോസ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറും, വീഡിയോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. കുട്ടികളൊക്കെ ഫോണിൽ വെച്ച് ഓടും. പിന്നെ അവർ നിങ്ങൾ വെറുതെ ചെയ്തു, ചെറിയ മക്കളെ പറ്റിക്കാൻ പറ്റില്ല, മറ്റേതൊരവിടെ പോയിട്ട് ഓണാക്കും. അത് കളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായി ടെംപ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം നമുക്ക് അത്യാവശ്യ കോളുകൾ മാത്രമേ എടുക്കാൻ തോന്നുള്ളൂ. ഒരുപാട് ആപ്പുകളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്, നമുക്ക് തോന്നൂല. നമ്മുടെ മൈൻഡ് തന്നെ, നിങ്ങൾ വെറുതെ നോക്കി ആക്സസിബിലിറ്റി പോയോ ഒന്ന് ചെയ്ത് നോക്കി. സെറ്റിങ്സ്, ഐഫോണിൻ്റെ കാര്യം ഞാൻ പറയണേ. കളർ ഫിൽറ്റേഴ്സ് പോവുക, കളർ ഫിൽറ്റേഴ്സ് ഓൺ ചെയ്യുക. ഓഫ് ചെയ്താൽ പഴയ പോലെ ആവും. കിട്ടിയോ? ഒരു പ്രാക്ടിക്കൽ സെഷൻ ആയിക്കോട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ? നിങ്ങളെ കോൾ ലിസ്റ്റ് യൂട്യൂബൊക്കെ തുറന്നു നോക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റാ. അവിടെ ഇട്ടേച്ച് പോരും നമ്മൾ. മിനിമം ഉറങ്ങുന്ന സമയത്ത് രാത്രിയെങ്കിലും ഈ ഒരു ബെഡ് ടൈം മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന് ഫോൺ അഡിക്ഷൻ ഉണ്ടാവില്ല എന്നാ. ഇതൊക്കെ മനുഷ്യന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു. നമ്മൾ നിയന്ത്രിക്കാൻ, നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഉറങ്ങണം തോന്നുന്നുണ്ട്, നാളെ ജോലിക്ക് പോകേണ്ട ആളാണ്, പക്ഷെ ഇതിങ്ങനെ തോണ്ടിക്കിത്തിറുകയാണ്, നിർത്താൻ തോന്നുന്നില്ല. നമ്മളെ ഹവയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനർത്ഥം. അപ്പോൾ പല ചിന്തകളും കയറി വരികയാണ്. നിയന്ത്രിക്കണം, ബ്രെയിനോട് സ്പീക്ക് ചെയ്യണം. എനിക്ക് നിർത്തേണ്ട സമയമാണ്, ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നത്, ഞാൻ കിടന്നുറങ്ങാൻ, വിശ്രമിക്കണം. പിന്നെ പുരുഷന്മാരോട് പറഞ്ഞ വിഷയം 8 മണിക്കൂർ നിർബന്ധമായി ഉറങ്ങിയിരിക്കണം എന്നാണ്. ആ 8 മണിക്കൂറിൽ 1 മണിക്കൂർ നഷ്ടമാകുന്നത് മിനിമം 12 വർഷത്തെ ഏജ് ഡിഫറൻസ് കാണിക്കുന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്കേതായാലും നടക്കൂല, നിങ്ങളെന്തായാലും നടക്കി. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഉറങ്ങും. നമുക്ക് യാത്രയും പോക്കും വരവൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കുളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പല പരിമിതികളുണ്ട്. എന്നാലും ഏറെക്കുറെയൊക്കെ പകലോ വണ്ടിയിലോ ഫ്ലൈറ്റിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പറ്റുമെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പ് 7 to 8 hours സ്ലീപ്പ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ നിർബന്ധമാണെന്നാണ് പറയണത്. പിന്നെ പറയണ പച്ചയിലകൾ, ബ്രൊക്കോളി പോലെയുള്ള പച്ച വെജിറ്റബിൾസ്, പ്രോട്ടീൻസും പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക, മറ്റ് ഹെൽത്തി ടിപ്സുകളും, എക്സസൈസ് 20 minutes എവറി ഡേ. അപ്പം ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോഴേ മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥകളെ സംബന്ധിച്ചൊക്കെ ഡിസ്കഷൻ വന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ ചില ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. അത് സ്ക്രീൻ അഡിക്ഷൻ ആണെങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ മനുഷ്യന് സന്തോഷം കിട്ടുള്ളൂ. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിറ്റി സർവീസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുക. ഞാൻ എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ ഭക്ഷണം, എൻ്റെ കംഫർട്ട് സോൺ എന്നതിനപ്പുറം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഒരു ബംഗ്ലാദേശ് സഹോദരൻ, അല്ലെങ്കിൽ ഒരു അഫ്ഗാൻ സഹോദരൻ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായ നമ്മുടെ സഹോദരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ, അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സം ഇമ്പാക്റ്റ് ഇൻ ഹിസ് ലൈഫ്, ഒരു സ്മൈൽ, അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ ഒരവസരം കൊടുക്കുന്ന വിധം ഒരു കൊച്ചു സഹായം, എന്തെങ്കിലും ഒരു നല്ല വാക്കുകൾ, ഒരു നല്ല ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുക. ഒറ്റയ്ക്ക് സ്ക്രീനിൻ്റെ ലോകത്ത് പോയിരുന്നാൽ ലോകം വേറെ ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ കാണുന്ന ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ട് നാട്ടിൽ വല്ല സദസ്സിലും പോയിരിക്കുമ്പോഴാണ് നാട് എവിടെയോ ഓടുന്നു, ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർ വേറെ ഏതോ ലോകത്താണ് ഓടുന്നത്. രണ്ട് ലോകമാണ്.
ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകൾ ഒരിക്കലും ഓഫ്ലൈനിൽ ഇരിക്കില്ല. ഓലെപ്പോഴും ഇങ്ങനെ അവിടെ നിന്ന് ഇരുന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഫിസിക്കലി ഒരു സദസ്സിലിരിക്കുന്ന ആളും ഫിസിക്കലി എൻഗേജ് ആവുന്ന ആളുടെയും ലോകം വേറെയാണ്. അത് ഏറ്റവും സമാധാനമുള്ളൊരു ലോകമാണ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമായ ഏറ്റവും നല്ല ജോബാണെന്ന് ഇവർ റിസർച്ച് ചെയ്ത് പഠിക്കുകയാണ്. ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ റിസർച്ചുകളൊക്കെ അവതരിപ്പിച്ചു. തന്നെയല്ലേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്താ നല്ലവർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് പ്രോമിസ് ചെയ്തത് ഹയാത്തൻ ത്വയ്യിബ ലനുഹിയന്നഹും ഹയാത്തൻ ത്വയ്യിബ, സന്തുഷ്ടമായ ജീവിതം അള്ളാഹു ഈ ലോകത്ത് തരും എന്ന് പറഞ്ഞത് ആരാ? അൻഫഉഹും ലിഇയാലിഹി, അള്ളാഹിൻ്റെ പടപ്പുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ മണി, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റുകൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ ഇൻ്റർവെൻഷൻ, ഇതെല്ലാം ഒരാൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെറുതല്ല. അത് നമുക്കൊരുപാട്, ഇപ്പം നമ്മൾ ആളുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും, നമ്മുടെ ഒരുപാട് കംഫർട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്. നമ്മൾ കുടുംബത്തിനോ മക്കൾക്കോ കൊടുക്കേണ്ട സമയം നാട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും, ശരിയാണത്. പക്ഷേ അതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട്. കുടുംബത്തെ പറ്റി ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഫാറൂഖ് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പൊതുരംഗത്തുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ പ്രൈവസി, ഫാമിലി ടൈം എന്ന് പറഞ്ഞ സംഗതിയിൽ നിന്നാണ് ഇതൊക്കെ എടുത്തു കൊടുക്കുക. നമുക്ക് കുടുംബമൊക്കെ അല്ലേ, നമുക്ക് അവരുടെ കൂടെ ഇരിക്കാനും മക്കളുടെ കളി കാണാനൊക്കെ ഇഷ്ടമല്ലേ. പക്ഷേ ഇപ്പുറത്ത് വലിയ കമ്മിറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ചൊരു 5 മിനിറ്റ് ഇവിടെ കൊടുത്തിട്ട് ബാക്കി 10 മിനിറ്റ് നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. എന്തിന്? അത് മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ തെറിയൊക്കെ കേൾക്കേണ്ടി വരും, എന്നാൽ അതിലൊക്കെ രസമുണ്ടല്ലോ. പൊതുരംഗത്തേക്ക് ഇറങ്ങിയിട്ടല്ലേ കേൾക്കുന്നത്. കുറേ എയറിലൊക്കെ നിൽക്കുന്ന ഭയങ്കര രസമാണ്. നിങ്ങൾ നോക്കി അറിയിട്ടാണത്. അത് മനുഷ്യന് ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചിട്ട് ആ പൊട്ടൻഷ്യൽ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം. ഗിവ് ഇറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി. ഈ നിയന്ത്രണത്തെ അവിടെ റിലീസ് ചെയ്യണം. അപ്പം നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടും. ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് നല്ല കാര്യങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടാവും. ചിലപ്പോൾ ചിരിയും കളിയും തമാശയും സ്പോർട്സും ഒക്കെ അതിലുണ്ടായിക്കോട്ടെ. ഹലാലായ എല്ലാ വിഷയങ്ങളും നമുക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹു നിർബന്ധമാക്കിയ ഫർളുകളെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അത് മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസ ലോകത്ത് നമ്മൾ ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ നടക്കുക, ജോലി മൊബൈൽ അതൊക്കെ മാറിയിട്ടൊന്ന് ഇസ്ലാമിക് സെൻറ്ററിൽ വരിക. ഇവിടെ ഒരുപാട് പ്രവർത്തനം നടക്കാനുണ്ട്, ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്, ഒരുപാട് മാൻ പവർ വേണം. ഇവിടെ ഒരുപാട് കമ്മിറ്റികളുണ്ട്, ഓരോരോ ലിറ്ററേച്ചർ കമ്മിറ്റി, അങ്ങനെ സ്പോർട്സിന് വേറെ, മതകാര്യത്തിന് വേറെ, രാഷ്ട്രീയ കാര്യത്തിന്, പബ്ലിക് റിലേഷൻസിന് വേറെ, ഒരുപാട് ഏരിയകൾ കിടക്കുകയാണ്. ഇതിലൊക്കെ ആളുകൾ വേണം, എൻഗേജ്മെൻറ്റുകൾ വേണം, നമ്മുടെ ചെറുപ്പക്കാർ വരണം. അല്ലാതെ ഒരു ഹാങ് ഔട്ട് നടന്നു പോയ ലോകത്ത് എന്തെങ്കിലും നടക്കുമോ? അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തെ പിൻപറ്റുക എന്ന് പറയുന്നത് വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തെ അതിജീവിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ വഹയ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന ഖ്തർതുക ഫസ്സമിഅ ലിമാ യൂഹാ ഇന്നനി അനല്ലാഹ് إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فترداه. പിന്നെയാണ് വമാ തിൽക ബിയമീനിക യാ മൂസ, മുസനബി എന്താണ് ആ കയ്യിലുള്ളത് എന്ന് ചോദിക്കുന്ന ആ ഒരു മനോഹരമായ രംഗം അത് കഴിഞ്ഞിട്ടാണ് വടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നത്. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരുമായുള്ള ദഅവത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മക്കിയായ സൂറത്തിൽ എടുത്തു നോക്കിയാൽ 87 മക്കി സൂറത്തുകളുണ്ടെന്നാണ്. 87 27 114. ഖുർആനിലെ മൊത്തം സൂറകൾ 114. അതിൽ 27 സൂറകളാണ് മദീനയിൽ ഇറങ്ങിയത്. പക്ഷെ സൂറത്തുൽ ബഖറ മദീന സൂറയാണ്, നിസാ മദീന സൂറയാണ്, വലിയ വലിയ സൂറകളൊക്കെ മദീന. 27 സൂറകളാണ് മദീനത്ത് ഇറങ്ങിയത്. ബാക്കി 87 സൂറകളും മക്കിയായ സൂറകളാണ്. മക്കിയായ സൂറകളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ആശയങ്ങൾ നോക്കിയാൽ
ഖിയാമത്ത് നാളിൻ്റെ ചർച്ചയാണ് ഉണ്ടാവുക. മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട്. നിസ്കാരം നോമ്പും ഒക്കെ ഫർളാണ്. മദീന കാലഘട്ടത്തിലല്ലേ 13 കൊല്ലം നിസ്കാരം നിർബന്ധമായിരുന്നില്ല. അതല്ലേ അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ആദ്യത്തെ നുബുവത്തിൻ്റെ 13 കൊല്ലം സ്വഹാബികൾക്ക് നിസ്കാരമില്ല. നബി തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, സിദ്ദീഖ് എന്നവർ നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ട്. നബി തങ്ങൾക്ക് തഹജ്ജുദ് വരെ അന്ന് ഫർളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് തങ്ങൾ നുബുവത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഉമ്മത്തിന് ഫർളാക്കപ്പെടുന്നത് മദീന കാലഘട്ടത്തിലാണ്. ആ 13 കൊല്ലം പിന്നെ എന്തായിരുന്നു ഖുർആന്റെ ചർച്ച? അള്ളാഹു ഏകനാണ്, അള്ളാഹു ഉണ്ട്, പടച്ചവൻ്റെ കൂടെ വേറെ ആരാധിക്കപ്പെടുന്ന ഒരാളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരാളും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഷിർക്ക് ചെയ്യരുത്. പിന്നെ എൻ്റെ മുഹമ്മദ് നബി റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനൊക്കെ നോക്കി തങ്ങളുടെ റിസാലത്തിനെ കുറിച്ചാണ് പറയാം. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇത് നിങ്ങൾക്ക് അറിയിച്ചു തരലാണ് ഞങ്ങളുടെ ബാധ്യത. നിങ്ങൾ സ്വീകരിക്കുക, റിജക്റ്റ് ചെയ്യേ, ഇറ്റ്സ് അപ് ടു യു. ഞങ്ങൾ പറഞ്ഞുതരും. അതെന്നും അന്നും എന്നും അങ്ങനെയാണ്. പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സ്വീകരിച്ചോട്ടെ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോട്ടെ. അത് ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ. സൂറത്തു യാസീൻ പരലോകത്തെക്കുറിച്ച് പറയും. സൂറത്തു യാസീൻ പിന്നെ മക്കിയായ സൂറകൾ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങളെക്കുറിച്ച് പറയും. ഖുർആൻ്റെ അവസാനത്തെ ചെറിയ ചെറിയ സൂറകളിൽ അധികവും സൂറത്തു നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹ്, അത് മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറയാണ്. പക്ഷെ ബാക്കിയുള്ള സൂറകളിൽ അധികവും മക്കി സൂറകളാണ്. മക്കി സൂറകളെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയും, പരലോകത്തെക്കുറിച്ച് പറയും, റിസാലത്തിനെ കുറിച്ച് പറയും, നബി തങ്ങളുടെ നുബുവത്തിനെ കുറിച്ച് പറയും. അതുകൊണ്ട് ഖിയാമത്ത് നാൾ അൽ ഖാരിഅതു മൽ ഖാരിഅ, ഖിയാമത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, പരലോകമാണ് ഖബർ എന്ന് പറയുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലെന്ന നരകമാണ്, അത് പരലോകത്തിൻ്റെ വിഷയമാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ സൂറയുടെ ഉള്ളിൽ പരലോകം, റിസാലത്ത്, തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച വരും. മുത്തുനബി തങ്ങളുടെ നുബുവത്ത് അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വരും. പിന്നെ ആഖിറത്തെക്കുറിച്ചുള്ള ചർച്ച വരും. ഈ 3 ചർച്ചകളും മക്കി സൂറത്തുകളുടെ പ്രത്യേകതകളാണ്. മദനി സൂറകൾ, മദീനയിൽ ഇറങ്ങിയ സൂറകളിൽ ഇതൊക്കെ വരും. പക്ഷെ മെയിൻ ചർച്ചാ വിഷയം നിയമങ്ങളായിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു ഏകനാണെന്നും മുത്തുനബി അള്ളാഹിൻ്റെ റസൂലാണെന്നും നാളെ മരിച്ചിട്ടൊരു ജീവിതമുണ്ടെന്നും ബോധ്യപ്പെട്ട ആളുകളോടെ നിസ്കരിക്കാൻ പറയേണ്ട കാര്യമുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരായി നിയമം ഇറക്കിയതെന്ന് ഒരു കഥയില്ല. ഒരു സർക്കുലർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓഫീസ് ബോയ് ഇങ്ങനെ എല്ലാവരും ഒപ്പിടിച്ച് കൊണ്ടിടക്കുകയാണ്. അല്ല കുട്ടി, ഇത് ആരുടെ നിയമമാണ്? അതൊന്നും അറിയില്ല. ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ആരാണ് മാനേജർ, ആരാണ് നമ്മുടെ എംപ്ലോയർ, ആരാണ് ഇതിൻ്റെ CEO അല്ലെങ്കിൽ COO, ആരാണ് ഇതിൻ്റെ MD? ആ മനുഷ്യനൊരു സർക്കുലർ കൊടുത്തയക്കുമ്പോൾ അതിന് വിലയുണ്ട്, അല്ലേ? അപ്പോൾ ആരാണെന്ന് ബോധ്യപ്പെടലാണ് ആവശ്യം. പിന്നെയാണ് നിയമം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നതുപോലെ ഈമാനും അഖീദയും എല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവസാനത്തെ 10 കൊല്ലത്തിനിടക്കാണ് അനന്തരാവകാശ നിയമം വരെയുള്ള നിയമങ്ങൾ, മദ്യനിരോധനം വരുന്നത്, പലിശ നിരോധിക്കുന്നത്, യുദ്ധം നിർബന്ധമാകുന്ന വിഷയങ്ങൾ വരുന്നത്, സക്കാത്തും ഹജ്ജും എല്ലാം വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. അതുവരെ 13 കൊല്ലം ഈമാനിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്കിഞ്ഞത് പറയാൻ പറ്റൂല. ഞാനിപ്പോൾ ഒരു 40 വയസ്സ് വരെ ഈമാൻ ഉറപ്പിക്കട്ടെ എന്നിട്ട് തുടങ്ങാൻ എന്ന് പറയാൻ പറ്റൂല. ടൈം കഴിഞ്ഞു. അങ്ങനെ ചില മുസ്ലിം നാമധാരികളുണ്ട് 40 വയസ്സ് വരെ. ഞങ്ങളൊരു നാട്ടിൽ പോയി ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് വേഷന്മാരാണ് പള്ളിയിൽ. അപ്പോൾ ഇവിടെ എന്താ ചെറുപ്പക്കാരൊന്നും കാണില്ലല്ലോ, ഭയങ്കര അത്ഭുതമായി. ജുമുഅക്ക് ചെന്നപ്പോഴും വേഷന്മാർ, പള്ളിയിൽ നിറയെ വേഷന്മാർ. അപ്പം അന്വേഷിച്ചപ്പോൾ ഇവിടെ അങ്ങനെയാണല്ലോ, 40 കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്നാണ് ഓരോ വിശ്വാസം. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ കുട്ടിനെ കാണില്ല. അതൊരു പിഴച്ച വിശ്വാസമാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്, ജഹിലാണ്, വിവരമല്ല. പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് റിസാലത്തിൻ്റെ അനിവാര്യതയാണ് ആഖിറം, നാളെ പരലോകം എന്ന് പറയുന്നത്. ഇവിടെ അമല് ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. അമല് ചെയ്താൽ എന്ത് കിട്ടും? അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും, ജസാ തരും. ആ ജസാഇൻ്റെ ദിവസമാണ് യൗമുൽ ഖിയാമ. നീതി കിട്ടാത്തവർക്ക് അവിടെ നീതി ഉണ്ടാവും.
പ്രതിഫലം ലഭിക്കാത്തവർ പ്രതിഫലം കിട്ടും. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, ഒരു പബ്ലിസിറ്റി പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ആ നന്മകൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിൽ വെച്ച്, പരലോകത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞ അല്ലാഹു തആല